നമ്മളിവിടെ പേരോടിനെയോ അത് അംഗീകരിച്ച മുസ്ലിയാക്കന്മാരെയോ കുറ്റപ്പെടുത്താനല്ല. നല്ല കാര്യമാണ്, നിങ്ങൾ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ തിരുത്തി പറയുന്നുണ്ട്. പക്ഷേ അത് ഇഖ്ലാസോടെ പറയണം, നിങ്ങളത് ഇഖ്ലാസോടുകൂടെ പറയണം. പേരോട് ഉസ്താദിന് ഇഖ്ലാസ് പഠിപ്പിക്കാനാണ് നമ്മൾ ഹുസൈൻ സലഫി അയാൾ വരുന്നത്. കുഴപ്പമൊന്നുമില്ല, അത് അയാൾക്ക് സ്വാതന്ത്ര്യമാണ് പഠിപ്പിക്കാം. പക്ഷേ എന്താ ഇയാൾ പറയണത്? നിങ്ങൾ പറയണത് ആത്മാർത്ഥമായിട്ട് പറയണം എന്നുള്ളതാണ്. ഈ വിസ്റ്റം ഗ്രൂപ്പ് എന്ന് പറയുന്ന അഥവാ പഴയ കാലത്തെ ഉള്ള ഈ ജിന്ന് വിഭാഗം, ജിന്നൂരികൾ എന്ന് പറയുന്ന ഈ വിസ്റ്റം ഗ്രൂപ്പിൻ്റെ അടിത്തറ എന്താ? ഇവരുടെ അടിത്തറ നോക്കുമ്പോൾ ഇവരുടെ വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെറിയ നിലക്ക് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പേരോട് ഉസ്താദ് ഒരു വിഷയം പറയുമ്പോൾ അത് ദീനിന് കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പല സംഗതികളും ഇവിടെ വരുമ്പോൾ അതിൽ കൃത്യമായി ദീനിന് പരിക്ക് പറ്റരുത് എന്ന നിലക്ക് പറയണം. അത് ഉസ്താദിന് വ്യക്തിപരമായിട്ട് എന്ത് പരിക്ക് വന്നാലും വേണ്ടില്ല, ദീനിന് പരിക്ക് വരരുത്. അത് മിത്രങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്നവർ ആ ഭാഷയിലും ആ വേഷത്തിലും വന്ന് ഉസ്താദിനെ പരിഹസിച്ചാലും അല്ലെങ്കിലും ഉസ്താദിന് ദീന് പറയുന്നിടത്ത് യാതൊരു ഭയവുമില്ല, കൃത്യമായി പറയും. അങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അങ്ങനെയുള്ള ഉസ്താദിന് ഇയാൾ ഇഖ്ലാസ് പഠിപ്പിക്കുമ്പോൾ ഇവരുടെ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയും ആ പ്രസ്ഥാനം നിലനിൽക്കുന്ന അഥവാ ജിന്നൂരികൾ എന്ന് പറയുന്ന വിസ്റ്റം ഗ്രൂപ്പ് ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ ഇവരുടെ അടിത്തറ എന്താണ് എന്നുള്ളത് നോക്കാം. ഇവരുടെ അടിത്തറ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും ഈ വിസ്റ്റം ഗ്രൂപ്പിനെ മാറ്റി നിർത്തുന്ന ഘടകം എന്താ? പ്രധാനമായിട്ടും അതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതെന്താ? അത് യാ ഇബാദല്ലാഹി അഈനൂനി എന്നൊരു വിഷയം വന്നപ്പോൾ ഇത് ഡസൻ കണക്കിന് പണ്ഡിതന്മാർ ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയതാണ്. ആ രേഖപ്പെടുത്തിയതിനെ ഇവർ മുജാഹിദീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആര് രേഖപ്പെടുത്തിയിട്ടും കാര്യമില്ല, അത് കടുത്ത ശിർക്കാണ്. യാ അള്ളാഹു എന്നല്ലല്ലോ പറയുന്നത്, യാ ഇബാദല്ലാഹി എന്നല്ലേ, അള്ളാഹുവിൻ്റെ ഇബാദിനല്ലേ വിളിക്കണത്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കലാണ്, ശിർക്കാണ്, കുഫറാണ്, നരകത്തൊക്കെ പോകുന്ന കാര്യമാണ്. അത് ഇമാം നബി അദ്കാറിൽ പറഞ്ഞിട്ട് കാര്യമല്ല, ബൈഹഖി ഇമാം രേഖപ്പെടുത്തിയിട്ട് കാര്യമല്ല, ഷുഅബുൽ ഈമാനിൽ കൊണ്ടുവന്നിട്ട് കാര്യമല്ല, അഹ്മദ് ബിൻ ഹംബൽ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് ഫലം കിട്ടിയെന്ന് പ്രഖ്യാപിച്ചിട്ടും കാര്യമല്ല എന്ന രീതിയിലാണ് മുജാഹിദിൻ്റെ ഒരു വിഭാഗം. എന്നാൽ ഈ ഇഖ്ലാസ് പഠിപ്പിക്കാൻ വന്ന ഈ വിസ്റ്റം ഗ്രൂപ്പിൻ്റെ അഭിപ്രായം എന്താ? അവരഭിപ്രായത്തിൽ ഈ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സംഗതി ഉണ്ടല്ലോ, അത് ഇവരുടെ ഭാഷയിൽ വസീലത്തിനിലെ ശിർക്കാണ്. നല്ല വിറ്റുണ്ടേ, ഇവിടെ ഭാഷയിൽ എന്താണ്? വസീലത്തിനിലെ ശിർക്കാണ്. എന്തല്ല? ശിർക്കല്ലാത്തതിൻ്റെ കാരണം എന്താ? നേരെ ഹദീസില്ല. യാ ഇബാദല്ലാഹി അഈനൂനി നിങ്ങൾ പറഞ്ഞോളി, അത് ശിർക്കില്ല എന്നുള്ളൊരു ഹദീസില്ല. യാ ഇബാദല്ലാഹി പറഞ്ഞോളി, അതിൽ ശിർക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്നറിയിക്കുന്ന ഒരു ആയത്തുമില്ല. ഇവർ ഓതിയിട്ടില്ല. ഓതിയിട്ടുണ്ടെങ്കിൽ മടവൂര് വിഭാഗം കുടുങ്ങുമല്ലോ. മടവൂര് വിഭാഗം ഈ വിഷയത്തിൽ കുടുങ്ങിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയത്തും ഹദീസും വിസ്റ്റം ഗ്രൂപ്പ് ഓതി കൊടുത്തിട്ടില്ല. ആകെ വിസ്റ്റം ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള ന്യായം എന്താ? ഇഖ്ലാസോടുകൂടെ വിഷയം പറയണേ എന്ന് പറയുന്ന അത് ഇടയ്ക്കിടയ്ക്ക് പറയണം. ഇവിടെ ഇഖ്ലാസിൻ്റെ വലിപ്പം തിരിയാനാണ്. അപ്പോൾ ഇവരുടെ ആകെ ന്യായം എന്താ? ആകെ ന്യായം ഇത് ഡസൻ കണക്കിന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയതാണ്. നല്ലോണം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇതിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞാൽ അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും, നബവി ഇമാം മുശ്രിക്കാണെന്ന് പറയേണ്ടി വരും, ഇമാം ബൈഹഖി തങ്ങൾ മുശ്രിക്കാണ് പറയേണ്ടി വരും. ഇങ്ങനെ തുടങ്ങി ഡസൻ കണക്കിന് അയിമത്തുകളെ മുഴുവനും മുശ്രിക്കാക്കാതെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയുന്ന പ്രയോഗം ശിർക്കാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന വാദമാണ്. ഇതേ കൂട്ടുകാരനെന്ത് പറയണത് അറിയോ? വിറ്റതല്ല, ഇവരെന്നെ പറഞ്ഞെന്താ? ഇത് വസീലത്തിനില്ല ശിർക്കാണ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്നുള്ള എന്താണ്? വസീലത്തിൽ ശിർക്കാണ്. അപ്പം ഈ ഇമാമിയങ്ങളൊന്നും തന്നെ ശിർക്ക് ചെയ്യൂല എന്ന് തന്നെ ഉള്ളൂ. എന്ത് ചെയ്യും? വസീലത്തിനില്ല ശിർക്ക് ചെയ്യും. ഇതൊരു ഇഖ്ലാസോടുകൂടി ഒരു മനുഷ്യന് പറയാൻ കഴിയും. വസീലത്തിന് ശിർക്ക് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി കിതാബുകൾ രേഖപ്പെടുത്തുകയും അത് എനിക്ക് അനുഭവമാണെന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഇമാം നബിയെ പോലെയുള്ള ഇമാമിയങ്ങൾ അവർ ഭയങ്കര സംഭവം. അങ്ങനെ സംഭവം ആകുമോ? ഇത് ഇഖ്ലാസോടുകൂടെ പറയാൻ പറ്റുന്ന സംഗതിയാണ്. അവർ ശിർക്ക് ചെയ്യൂല എന്നുള്ളൂ. പിന്നെന്താ? നമ്മളെത്രയും പവറില്ല. അവർ വസീലത്തിൻ്റെ ശിർക്ക് പോലും ചെയ്യും, അതേ പ്രചരിപ്പിക്കും, പക്ഷെ ഒരു ശിർക്ക് ചെയ്യൂല എന്നുള്ളൂ. ഈ ഒരു അടിത്തറമലല്ലേ നിങ്ങൾ നിലനിൽക്കുന്നത്? ഇതിൽ ഇഖ്ലാസോടു കൂടി പറയാൻ പറ്റുന്ന പ്രസ്ഥാനമാണോ, ആശയമാണോ ഇത്? ഇനിയുണ്ട് ഇൻഷാ അല്ലാഹ്, അടുത്തത് വേറെ പറയാം.
എന്തേ കാരണമെന്നോ, നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ മറുപടിയില്ലാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചിലതൊക്കെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അതോടുകൂടി നിങ്ങൾ പണ്ട് സ്ഥാപിച്ച അടിത്തറയാണ് ഇളക്കി മറിക്കുന്നത്. പണ്ട് സ്ഥാപിച്ച അടിത്തറയാണ് ഇളക്കി മറിക്കുന്നത് എന്ന് പറഞ്ഞത് സഹോദര, അത് മാത്രം ഒന്ന് പറഞ്ഞുതരും. പണ്ട് സ്ഥാപിച്ച ഏത് അടിത്തറയാണ് ഇളക്കി മറിച്ചത്? എന്ത് പറഞ്ഞപ്പോഴാണ് ഇളകി മറിഞ്ഞത്? ഇത് രണ്ടൊന്ന് പറഞ്ഞെന്നാൽ വളരെ സന്തോഷമായിരുന്നു. പണ്ട് പറയാത്ത ഏത് സംഗതിയാണ് ഇപ്പോൾ പറഞ്ഞത്? അത് പറയുമ്പോൾ കിട്ടും ഏത് പറഞ്ഞപ്പോഴാണ് അടിത്തറ ഇളകി മറിഞ്ഞത് എന്നുള്ളത്. ഓക്കെ, പണ്ട് സ്ഥാപിച്ച അടിത്തറ നല്ല കാര്യമാണ്, ഇങ്ങനെ തിരുത്തി വരുന്നത്. ഏതിനെയാണ് തിരുത്തിയത്? അതൊന്ന് പറഞ്ഞു തരുമോ? വെറുതെ ആളുകളുടെ അടിയിൽ ഓരോന്നിങ്ങനെ പറയാ. മുമ്പ് കാലങ്ങളിലെ നമ്മുടെ അയിമത്തുൽ കിറാമുകളൊക്കെ പറഞ്ഞു വെച്ച സംഗതികളാണ്. ഇങ്ങോട്ട് അതെന്താക്കണേ, പിന്നെ ഇവിടെ വെച്ചിട്ട് തിരുത്തിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐഡിയകളാണ്. ഇനി തിരുത്തിയത് നല്ല കാര്യമാണെന്ന് പറയേണ്ടല്ല. ഈ തിരുത്തിയെന്ന് പറഞ്ഞ സംഗതി മൗലവി പറയണത് എന്താ? ഇതാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടത് സ്വഹാബത്താണെങ്കിൽ അവർക്ക് ഉറപ്പിക്കാം ഇത് തങ്ങളാണ്. ഇനി തങ്ങളുടെ എല്ലാ വിശേഷ ഗുണങ്ങളും കലക്കി കുടിച്ച് പഠിച്ച ആൾ, അങ്ങനെയാണ് മുമ്പ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കലക്കി കുടിച്ച് പഠിച്ച ആൾ ആണ് കണ്ടത് എങ്കിലും അത് നബി തങ്ങളാണെന്ന് ഉറപ്പിക്കാം. അത് പിന്നെ ആണെന്ന് വെക്കാം എന്ന രീതിയിലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞാൽ എന്തായി? മുമ്പ് സ്ഥാപിച്ച ഒരുപാട് അടിത്തറകൾ പൊളിഞ്ഞു പോകുന്ന പറഞ്ഞത്. മുമ്പ് സ്ഥാപിച്ച ഒരുപാട് അടിത്തറകളൊന്നും വേണ്ട, ഒരൊറ്റ അടിത്തറ ഇതിനകം പൊളിഞ്ഞു പോകുന്നതും കാണിച്ചു തരാൻ പറ്റും. ഏതൊരാളും ഏത് രൂപത്തിലും എങ്ങനെയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് വന്നാൽ ആ പറഞ്ഞ ആൾ വിശ്വസിക്കണം എന്ന് ഞങ്ങൾക്ക് അടിത്തറ ഉണ്ടോ? അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇസ്ലാമിലില്ലല്ലോ. ഏതൊരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ എന്നല്ല, കണ്ടു എന്ന് പറഞ്ഞാൽ അതാണ് വിഷയം. ഏതൊരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു വന്നാൽ അയാൾ കണ്ടിട്ട് തന്നെയാണ് പറയണത്, അയാൾ സത്യമാണ് പറയണത് എന്ന് വിശ്വസിക്കണം എന്ന് എവിടെയുണ്ടോ? എന്ന് എവിടെയില്ല. നബി തങ്ങളെ കണ്ടാൽ അത് ശൈത്വാന് ആ രൂപത്തിൽ വരാൻ കഴിയൂല എന്നുണ്ട്. നബി തങ്ങളെ കണ്ടാലല്ലേ കണ്ടു എന്നുള്ളതിന് എവിടെയുള്ളത് തെളിവ്? ഇയാൾ എന്ന് പറയുന്ന ആൾ കളവാണെങ്കിലോ? അപ്പോൾ മുമ്പ് സ്ഥാപിച്ച ഏതെങ്കിലും അടിത്തറയിൽ അങ്ങനെ സംഗതി ഉണ്ടോ? ആര് വന്ന് പറഞ്ഞാലും നബി തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് പറയണമെന്ന് അങ്ങനെ അടിത്തറ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഒന്ന്. ഇനി നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ് തിരുത്തി വന്നു പറഞ്ഞല്ലോ. ഈ തിരുത്തി വന്ന കാര്യമാണ് എന്ന് നിങ്ങൾ പറഞ്ഞ സാധനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും അയിമത്തുൽ കിറാമുകൾ അവരുടെ ഹയാത്ത് കാലത്ത് മുത്തുനബിയെ സ്വപ്നം കണ്ടതുമായി അവിടെ ഗ്രന്ഥങ്ങൾ എഴുതുന്ന നേരത്തും അല്ലാതെയും ഒക്കെ രേഖപ്പെടുത്തിയതും അവിടെ ശിഷ്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തതുമായ സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെ തിരുത്തി വന്നത് നല്ലതാണെന്ന് പറഞ്ഞതിന് അർത്ഥമുള്ളൂ. നിങ്ങൾ തിരുത്തിയെന്ന് നിങ്ങൾ പറയുന്ന സംഗതി ഇതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇമാമിയങ്ങൾ അഥവാ റസൂലുള്ളാഹിനെ കുറിച്ച് കലക്കി കുടിച്ച ഇമാമിയങ്ങൾ അങ്ങനെ തന്നെ പറയാം, അവർ രേഖപ്പെടുത്തിയ ഫറാസ് ഇമാമിനെ പോലെയുള്ളവർ അവർ രേഖപ്പെടുത്തിയ സംഗതികൾ, ഇപ്പോൾ ഷാഫി ഇമാമിനെ പോലുള്ളവർ അവർ തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ സംഭവങ്ങൾ നിങ്ങൾ അംഗീകരിക്കോ ഇല്ലേ എന്ന് മറുപടി പറയുന്നതിൻ്റെ മുമ്പ് സലാം സുല്ലമിയുടെ ഷാഫി മദ്ഹബ് എന്നുള്ള പുസ്തകം ഒരു ആവർത്തി വായിച്ചിട്ട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ അവിഭക്ത മുജാഹിദുകൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ആ നവീനാശയത്തിന് ഘടകവിരുദ്ധമായ നവനവീനാശയമായി മാറും. അത് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലാവും. സലാം സുല്ലമിയുടെ നല്ലോണം മനസ്സിലാക്കണം ഹുസൈൻ സലഫി. സലാം സുല്ലമിയുടെ ഷാഫി മദ്ഹബ് എന്നുള്ള പുസ്തകത്തിൽ സ്വപ്നവുമായി ബന്ധപ്പെടുത്തി എഴുതിയതും പറഞ്ഞതും പ്രചരിപ്പിച്ചതുമായ വരികൾ ഏതൊക്കെയാണോ അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന രീതിയിലാണോ നിങ്ങളിപ്പോൾ പറയുന്നത്? ആണോ അല്ലേ? അതാണ് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആരുടെ അടിത്തറയാണ് തിരുത്തപ്പെടുന്നത് എന്നുള്ളത്. നിരന്തരം അടിത്തറകളെ തിരുത്തേണ്ട ഗതിയുള്ളവർ ആരാണ് എന്നുള്ളതും ഇവിടെ നാട്ടുകാർക്ക് മനസ്സിലാവും. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം.
ഓക്കെ.